അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലി, ശ്രീകണ്ഠപുരത്താണ്. ഈ സൂറത്ത് ഫാത്തിഹയിലെ വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒഴിവാണ് എന്ന തരത്തിൽ അക്ബർ സാഹിബ് വിശദീകരണം നൽകിയെന്നാണ് ഫേസ്ബുക്കിൽ കൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതിന്റെ വിശദീകരണം നൽകാമോ? വയ്യാക നസ്തഈനിൽ നിന്ന് മനുഷ്യരെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഞാൻ ഒഴിവാക്കി എന്ന് പല ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു. അതിന് വിശദീകരണം നൽകണമെന്ന്. സാധാരണ ഇത്തരം വേദികളിൽ നമ്മൾ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വിശദീകരണം നൽകാറില്ല. എന്നാൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒരാദർശപരമായ വിഷയമായതുകൊണ്ട്, വിഷയം ഇസ്ലാം സമാധാനത്തിന് എന്ന വിഷയവുമായതുകൊണ്ട് ആ രംഗത്തുള്ള നമ്മളെല്ലാം സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി, മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ എന്തായിരിക്കണം മുസ്ലിമിന്റെ നടപടി? അത് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസായിൽ 59-ാമത്തെ വചനം ഏറെ പ്രസിദ്ധമായ വചനമാണ്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും എന്ന് തുടങ്ങുന്ന വചനം. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. പിന്നെ ഇതാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം ഒരുപാട് ഭിന്നതകൾ ഉണ്ടാകും. ആ ഭിന്നതകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അതിനെ പ്രവാചകൻ എന്നിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയും ചെയ്തു. ഈ ഒരു അടിത്തറയിൽ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങളും ഈ ഖുർആനിനെയും പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങളെയും എങ്ങനെയാണോ സ്വഹാബിമാർ മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലുമാകണം മുസ്ലിങ്ങൾ തമ്മിൽ ഏതഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഞാനും നിങ്ങളുമെല്ലാം തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസം മറ്റൊന്നുമല്ല, ഞാൻ പച്ചയായി തന്നെ സൂചിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിലൊന്നായ, നമ്മുടെ അന്വേഷണത്തിന്റെ പരിധിക്കപ്പുറത്തുള്ള, നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നാൽ മാത്രം അറിയാൻ കഴിയുന്ന ജിന്നുകൾ എന്ന സൃഷ്ടി, ആ സൃഷ്ടികളെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്നതായിരുന്നു ചർച്ചയുടെ കാതൽ, അഭിപ്രായ വ്യത്യാസത്തിന്റെ കാതൽ. ജിന്നുകൾ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാം എന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ, ജിന്നുകൾ അവർ നമ്മുടെ അന്വേഷണ പരിധിയിൽപ്പെട്ട സൃഷ്ടി വിഭാഗമല്ല എന്നും അവരിൽ നിന്നുള്ള സഹായം അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണങ്ങൾക്ക് അപ്പുറത്തുള്ള ഐബിയായ സഹായമാണ് എന്നതുകൊണ്ടും അത്തരം സഹായം കാക്ഷിച്ചുകൊണ്ട് അവരെ വിളിച്ചാൽ അത് ശിർക്കാകുമെന്നും മറ്റൊരു വിഭാഗവും വാദിച്ചു. ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിച്ച സന്ദർഭത്തിൽ ഒരു കുവൈറ്റിൽ വെച്ച് നടന്നൊരു പ്രസംഗത്തിൽ ആണ് ഈ രംഗത്തെ ഖുർആന്റെ മാർഗനിർദ്ദേശം എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശം എന്താണ്, സ്വഹാബിമാർ എങ്ങനെയാണ് ഈ കാര്യത്തെ മനസ്സിലാക്കിയത് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അവിടെയാണ് ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് മുസ്ലിങ്ങൾ ഏറ്റവും അധികം തവണ ആവർത്തിക്കുന്ന ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ ദിവസേന 17 തവണ മുസ്ലിങ്ങളെ കൊണ്ട് ആവർത്തിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്.
അള്ളാഹുവിനോട് മാത്രമാണ് സഹായത്തേട്ടം എന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അള്ളാഹുവിനോട് മാത്രമാകേണ്ട സഹായത്തേട്ടം, ആ സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ ആകാൻ പാടുള്ളൂ, ആരോടും ചെയ്യാൻ പാടില്ല. മനുഷ്യരോടാണെങ്കിലും ജന്തുക്കളോടാണെങ്കിലും ജീവജാലങ്ങളോടാണെങ്കിലും ആരോടാണെങ്കിലും. എന്നാൽ ഇവിടെ ചർച്ചയിലുള്ള വിഷയം ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാകുമോ എന്നതാണ്. അവിടെയാണ് ഇവിടെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രമാണ് സഹായത്തേട്ടമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെയുള്ള നിരവധി വേറെ വചനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തങ്ങളായ ഹദീസുകളും വ്യക്തമാക്കുന്ന ഒരു കാര്യം, മനുഷ്യരോട് സാധാരണയായി നമ്മൾ നടത്തുന്ന സഹായത്തേട്ടം, സഹായം അഭ്യർത്ഥിക്കുന്നത് ഇയ്യാക നസ്തഈനിൽ പറഞ്ഞ അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറഞ്ഞ ഇസ്തിആനത്തിൽ ഉൾപ്പെടുകയില്ല. മനുഷ്യരോട് നമ്മൾ സാധാരണയായി നടത്തുന്ന സഹായത്തേട്ടം ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് മാത്രം ചെയ്യണം എന്ന് പറഞ്ഞ സഹായത്തേട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളുമുണ്ട്. എന്നാൽ ഇതേപോലെ അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞയിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്നതായി പറഞ്ഞിട്ടുള്ള ഇസ്തിആനത്തിൽ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഇല്ല. അതുകൊണ്ട് തന്നെ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കലാകുന്നു, അതുകൊണ്ട് ശിർക്കാകുന്നു എന്ന് സൂചിപ്പിച്ചത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ട ഇസ്തിആനത്ത്, അതിനുണ്ടാകേണ്ട മര്യാദകൾ, അതിനുണ്ടാകേണ്ട രീതികൾ, അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ, ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശിർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിആനത്ത് എന്ന് പറയുകയും മറ്റു പലരോടും സഹായം തേടുകയും ചെയ്യുന്ന ആളുകൾ അവരുടേതായ സഹായത്തേട്ടങ്ങളെയെല്ലാം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അവിടെയാണ് എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ മറ്റു രംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇസ്തിആനത്തിനെ കുറിച്ച് പറയുന്നു. എന്നാൽ മനുഷ്യരോട്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായാർത്ഥനകൾ, ആ സഹായാർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളും ഹദീസുകളുമുണ്ട്. ഇതേപോലെ ജിന്നുകളോടോ മലക്കുകളോടോ സഹായാർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പദങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുക്കുകയും എന്താണോ പറഞ്ഞയാൾ ഉദ്ദേശിച്ചത് അതിനെതിരായ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഒരു പൊതുവിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ നാം ഉദ്ദേശിക്കുന്നതും നാം പറഞ്ഞിട്ടുള്ളതും വളരെ കൃത്യമാണ്. അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നാമതായി നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്കാണ് പരിശോധിക്കുക. പരിശുദ്ധ ഖുർആനിൽ ജിന്നുകളെക്കുറിച്ച് പറയുന്ന, മലക്കുകളെക്കുറിച്ച് പറയുന്ന രംഗങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ കൃത്യമായി തന്നെ അവരോടുള്ള ഏതെങ്കിലും ഒരു സഹായ അർത്ഥന അനുവദിച്ചതായി വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അവരോടുള്ള ഏതെങ്കിലും സഹായാർത്ഥന ഏതെങ്കിലും അർത്ഥത്തിൽ ശിർക്കിൽ നിന്ന് വേർപെടുത്തിയതായി വ്യക്തമാക്കുന്ന യാതൊരു രേഖയുമില്ല. ഒന്ന്. രണ്ടാമതായി ഹദീസുകളെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയാണ് പരിശോധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എപ്പോഴും ഒരു മലക്കും ഒരു ജിന്നും മനുഷ്യനുള്ളത് പോലെ തന്നെ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനോടൊപ്പമുള്ള ജിന്നാകട്ടെ അത് ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകനെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ, വ്യത്യസ്തങ്ങളായ സന്നിഗ്ധമായ പ്രയാസകരമായ ഘട്ടങ്ങളിലോ തന്റെ മറ്റുള്ളവരുടെ കഴിവുകൾ തനിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഘട്ടങ്ങളിലോ ഒന്നും തന്നെ തന്റെ കൂടെയുണ്ട് എന്ന് വഹിയ് മൂലം ഉറപ്പാക്കപ്പെട്ട, നമുക്കൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിവരമേയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ജിന്നുകളുടെയോ മലക്കുകളുടെയോ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയ് മൂലം, കൃത്യമായ ബോധനങ്ങൾ മൂലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കപ്പെട്ട ജിന്നിനോടോ മലക്കിനോടോ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു സഹായാർത്ഥന നടത്തിയതായി നമുക്ക് എവിടെയും കാണുന്നില്ല. എന്നതുകൊണ്ട് തന്നെ ആ സഹായാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ജിന്നിനോട് സഹായം അർത്ഥിച്ചതുകൊണ്ട് അത് ശിർക്കിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവില്ല എന്നുറപ്പാണ്. എന്തുകൊണ്ടെന്നാൽ ആ ജിന്ന് മുസ്ലിമാണ്, ആ ജിന്ന് പ്രവാചകനെ വഴിതെറ്റിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിചാരത്തിനൊരു പ്രസക്തിയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും, വസീലത്തു ശിർക്ക് അല്ലാത്ത സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ഒരു സഹായാർത്ഥന നടത്തിയിട്ടില്ല എന്നത് തന്നെ അതിന്റെ അപകടത്തെ വ്യക്തമാക്കുന്നു. 2. മൂന്നാമത്, ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നും സഹാബിമാർ എന്ത് മനസ്സിലാക്കി എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് അവിടെയുണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകൾ അവർ പലരോടും സഹായം ചോദിച്ചിരുന്നവരാണ്. ആ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അവർ സഹായം ചോദിക്കപ്പെട്ടവർ. അതേപോലെ തന്നെ ജിന്നുകൾ ഉണ്ടായിരുന്നു, മലക്കുകൾ ഉണ്ടായിരുന്നു, അവരുടെ ദേവന്മാരും ദേവിമാരും എല്ലാം ഉണ്ടായിരുന്നു. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം അംഗീകരിച്ചു. ചില ആളുകൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം അംഗീകരിച്ചതോടുകൂടി അവർ പിന്നെ അള്ളാഹുവിനോട് മാത്രമായി സഹായാർത്ഥന. അവർ വിഗ്രഹങ്ങളെ ഒഴിവാക്കിയതുപോലെ തന്നെ, അവർ മലക്കുകളെ ഒഴിവാക്കിയതുപോലെ തന്നെ ജിന്നുകളോടുള്ള സഹായ അർത്ഥനയും ഒഴിവാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിച്ചപ്പോൾ തന്നെ അവർ ജിന്നുകളോടുള്ള സഹായാർത്ഥന ഒഴിവാക്കി എന്നർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തന്നെ അവർ ജിന്നുകളോടുള്ള സഹായത്തേട്ടം പാടില്ല എന്നവർ മനസ്സിലാക്കി. റസൂലുള്ള വേറെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. വിഗ്രഹങ്ങളോടുള്ള സഹായത്തേട്ടം എന്തുകൊണ്ടാണോ തെറ്റാകുന്നത്, അതുകൊണ്ട് തന്നെ ജിന്നുകളോടുള്ള സഹായത്തേട്ടവും തെറ്റാണ് എന്ന് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എന്നാണ്. അവർ പിൽക്കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ജിന്നുകളോട് ഏതെങ്കിലും ഒരു പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ വിളിച്ചു തേടിയതായി അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചതായി ഒരു തെളിവുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ അവർ മനസ്സിലാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തത്വത്തിനെതിരാണ് ജിന്നുകളോടുള്ള സഹായം അഭ്യർത്ഥിക്കൽ എന്നാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ നമുക്കറിയാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ സഹായിക്കാൻ കഴിയുന്നവനായ പടച്ചതമ്പുരാന്റെ കഴിവുകൾ മറ്റു ചിലർക്ക് സങ്കല്പിച്ചു നൽകലാണ് ജിന്നുകളോട് സഹായം തേടുക വഴി ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് അടിസ്ഥാനപരമായി 3 തലങ്ങൾ നിന്നുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ ഉള്ള വചനങ്ങളിലേതിലെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇസ്തിആനത്ത്, ഇതിൽ മനുഷ്യരോട് ഉള്ള സഹായത്തേട്ടങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല. സാധാരണയായി ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായത്തേട്ടങ്ങൾ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കിയതുപോലെ ജിന്നുകളോടോ മലക്കുകളോടോ ഉള്ള സഹായത്തേട്ടങ്ങൾ ഇങ്ങനെ പറയുന്നതായി വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്ത് അത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടത് തന്നെയാണ്. അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട എന്ത് കാര്യമാണെങ്കിലും അത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടത് തന്നെയാണ്. അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടാണെങ്കിലും ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിൽ പുതിയൊരു ഇറക്കുമതിയുമായിട്ടാണ് യാതൊരു അന്തവും കുന്തവുമില്ലാത്ത ജിന്ന് വ്യവസായിയായ ജിന്ന് പൂജകനായ മുജാഹിദ് ബാലുശ്ശേരി വന്നിട്ടുള്ളത്. കേരളം എന്ന പ്രസ്ഥാനത്തിൽ നിന്ന്
മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള വിഷ്ടം ജിന്നൂരികൾ ഇറങ്ങി വന്നിട്ടുള്ളത് KNM-ൽ ജിന്ന് പൂജ ഇല്ലാത്തത് കൊണ്ടല്ല, മനുഷ്യപൂജ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വേണ്ടത്ര ജിന്ന് ബിസിനസ് നടത്താനുള്ള സാഹചര്യം KNM-ൽ ഇല്ലാത്തത് കൊണ്ടാണ്. സുന്നികൾ മഹാന്മാരോട് സഹായം ചോദിക്കാറുണ്ട്, അത് ഇസ്ലാം കൽപ്പിച്ചതുമാണ്. ഇതിനെ ശിർക്കാക്കുന്നവരാണ് വഹാബികൾ. അതിനെ ശിർക്കാക്കാൻ വേണ്ടി അവർ ഒരു ശിർക്കായ വിശ്വാസം വെച്ച് പുലർത്തുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നതിനു വേണ്ടി ഇവരുടെ അപ്പോസ്തലന്മാർ ഉണ്ടാക്കിയെടുത്ത വികലമായ ആശയങ്ങൾ വഹാബി പ്രസ്ഥാനത്തെ ശിർക്കിലേക്ക് എത്തിക്കുന്നു എന്നതാണ് വസ്തുത. ഇസ്തിഗാസ നടത്തുന്ന സുന്നികളോട് വഹാബികൾ പറയാറുള്ളത്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത് കൊണ്ടാണ് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാകുന്നത്, മുശ്രിക്കുകളാകുന്നത് എന്നാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ വാദം. ഈ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പിടികൂടിയെന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കായി പോയി എന്നുമാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. അതിലേക്ക് വരാം. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ നമുക്കെവിടെയും കാണാൻ കഴിയില്ല. എല്ലാ ചോദ്യവും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സർവ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ, നമുക്ക് വെളിച്ചം നഷ്ടപ്പെട്ടു പോയാൽ, ഭക്ഷണമില്ലെങ്കിൽ, പുഴയിൽ വീണാൽ, അങ്ങനെ തുടങ്ങി വിജനപ്രദേശത്താവട്ടെ ജനപ്രദേശത്താവട്ടെ എവിടെയാണെങ്കിലും എല്ലാ ചോദ്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അല്ലാതെ വഹാബികൾ വിശ്വസിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ അള്ളാഹുവിനോടും ചില കാര്യങ്ങൾ സൃഷ്ടികളോടും ചോദിക്കാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നേ ഇല്ല. അത് ശിർക്കായ വിശ്വാസമാണ്. വഹാബികൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ടേബിളിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അള്ളാഹുവേ ചോറ് തരണേ, അള്ളാഹുവേ ചായ തരണേ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകുമെന്നാണ് വഹാബി വിശ്വാസം. വിഷ്ടം ജിന്നൂരികളാകുമ്പോ ഇരുട്ടിന്റെ മറവിലൂടെ തപ്പിത്തടയുന്ന നേരത്ത് ഒരു ശബ്ദം കേൾക്കുന്നു, ചുറ്റുഭാഗത്തും ആരുമില്ല. ആ സമയത്ത് അള്ളാഹുവേ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി പോകുമത്രേ. ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാകും. പുഴയിൽ ഒരാൾ വീണാൽ കരയിലുള്ള ജോസഫിനോട് ചോദിക്കുന്നത് പോലെ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ ഒന്ന് കരയിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞാലും ശിർക്കാവുകയില്ല. അള്ളാഹുവേ എന്നെ ഒന്ന് കരയിലെത്തിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. പുഴയിൽ നിന്ന് കരയിലെത്തിക്കാൻ അള്ളാഹുവിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യവുമല്ല, അത് ജോസഫിനോടോ ജിന്നിനോടോ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നാൽ അള്ളാഹു പറയുന്നത് ഇന്നമാ വലിയക്കുമുല്ലാഹ്, നിശ്ചയം കട്ടായം ഞാൻ നിങ്ങളുടെ സഹായിയാണെന്ന് പറയുമ്പോ ആ സഹായിയോട് ചോദിക്കാം. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നമാ വലിയക്കുമുല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം റസൂലും സഹായിയാണെന്ന് പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളും സഹായികളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സഹായികളാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിയാക്കുന്നത്, മുഅ്മിനീങ്ങളെ സഹായികളാക്കുന്നത്, അള്ളാഹു സഹായിക്കാൻ ഇവരെ കാരണക്കാരാക്കുന്നു എന്ന് മാത്രം. എന്നാൽ വഹാബികൾക്ക് അങ്ങനെയല്ല. അള്ളാഹുവിനെ സഹായിയാക്കുന്നതിന് സൃഷ്ടികളെയോ സൃഷ്ടികളെ സഹായിയാക്കുന്നതിന് അള്ളാഹുവിനെയോ ഇടപെടിക്കാൻ പാടില്ല. രണ്ടു നിൽക്കും ശിർക്കായി മാറും. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണെന്ന് ഞാൻ നേരത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ദിവസത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വിവരം അറിഞ്ഞുകൊണ്ട് അവിടുത്തെ സവിധത്തിലെത്തി. ഒരായത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സമസ്തയുടെ വിശ്വാസം സ്വീകരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തു. ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മഹാനായ അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു ആണെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. എത്രത്തോളം അധപ്പതിച്ചു പോയി ഈ വിഷ്ടം ജിന്നൂരി പ്രസ്ഥാനം. ജിന്നുകളെ അവർ ദൈവമായി സ്വീകരിച്ചപ്പോൾ, ജിന്നുകളുടെ ജൽപ്പനങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നപ്പോൾ, ജിന്നിനെ പൂജിക്കാൻ വേണ്ടിയും വ്യവസായം നടത്താൻ വേണ്ടിയും തെളിവുണ്ടാക്കാൻ നടന്നപ്പോൾ സ്വഹാബാക്കളെ വരെ മുശ്രിക്കുകളാക്കാനുള്ള വ്യഗ്രതയിലാണ് വഹാബികൾ ഉള്ളത്, അല്ലെങ്കിൽ വിഷ്ടം ജിന്നൂരി പ്രസ്ഥാനമുള്ളത്. എത്രത്തോളം ഗൗരവമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്? ആരാണ് ഇയാളോട് പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് ഇയാൾ മറുപടി പറയണം. ഇത് തന്നെയാണ് വസ്അൽ മൻ അർസൽന എന്ന ആയത്ത് ശൈഖുന കാന്തപുരം ഉസ്താദ് കൊട്ടപ്പുറത്ത് സംവാദത്തിൽ വെച്ചുകൊണ്ട് ഓതിയപ്പോൾ അമ്പെ പരാജയപ്പെട്ടു പോയ വഹാബികൾ അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ശൈഖുന കാന്തപുരം ഉസ്താദ് ആ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമസ്തയുടെ ആദർശം സ്വീകരിക്കാൻ വേണ്ടി ഒരായത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുമ്പോൾ ശൈഖുന കാന്തപുരം ഉസ്താദ് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു, ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. നമുക്കതൊന്ന് കേട്ടു നോക്കാം. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുപോലെ എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, ഇത് പ്രസംഗിക്കണ അബൂബക്കർ സിദ്ദീഖാണ്. ആരെ ഇരുത്തിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയാണ്, സിറ്റ് ഡൗൺ ഉമർ, ഇജ്ലിസ് യാ ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് ചെറിയൊരു സമസ്തയുടെ വാദം കുറഞ്ഞ പീരീഡ്, കുറഞ്ഞ സമയം ഹൃദയത്തിൽ കൊണ്ടിടുന്നു. കുറഞ്ഞ സമയം സമസ്തയുടെ വിശ്വാസം, അതാർക്കും എപ്പോഴും കയറാം. സമസ്തയുടെ വിശ്വാസം ഉമർ ഇബ്നുൽ ഖത്താബിന് എന്താ? ഒന്ന് റസൂല് മരിക്കാൻ പാടില്ല. അതിന് അദ്ദേഹം ആയത്ത് ഉദ്ധരിച്ചു. ഒരായത്ത് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുക ചെയ്ത് അദ്ദേഹത്തിന് തെറ്റുപറ്റി. അദ്ദേഹം തിരുത്തി പടച്ചോനോട് പൊറുക്കലിനെ തേടി. ഏതായിരുന്നു അത്? മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ പരാമർശം വലിയ ചർച്ചയായി, വിവാദമായി. വിഷ്ടം ജിന്നൂരികൾ തന്നെ തള്ളിപ്പറയാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു വാദവുമായിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരി രംഗത്ത് വന്നത്. അത് അതിനേക്കാൾ അബദ്ധമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞത് അതെന്റെ നാക്കിൽ പറ്റിപ്പോയ ഒരബദ്ധമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരായത്ത് തെറ്റിദ്ധരിച്ചു പോയി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സമസ്തയുടെ ആദർശം പേറി എന്ന ന്യായീകരണവുമായിട്ടാണ് പിന്നീട് മുജാഹിദ് ബാലുശ്ശേരി വന്നിട്ടുള്ളത്. അതും ഭീമ അബദ്ധം തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരായത്ത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഷിർക്കിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ള വാക്കുകളാണെന്ന് മാന്യ ശ്രോതാക്കൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്ത് തെറ്റിദ്ധരിച്ചു പോയി, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൂടാ. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ചോദിച്ചുകൂടാ എന്ന വഹാബി ശിർക്കൻ ആശയത്തിൽ നിന്ന് സമസ്തയുടെ ആദർശം സ്വീകരിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്യുകയും ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവുകയും ചെയ്ത ആ തെളിവ് കാണാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടുനിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ചെയ്തത് അബദ്ധമാണ്, നിങ്ങൾ ശിർക്കിൽ അകപ്പെട്ടുപോയി, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലണം, മുസ്ലിം ആവണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ തെളിവും മുജാഹിദ് ബാലുശ്ശേരി ഹാജരാക്കണം. അല്ലെങ്കിൽ രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അപവാദം പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. വഹാബിസം ജിന്ന് വ്യവസായികളാണ്, നാട്ടിനാപത്താണ്. പെട്ടുപോയവർക്ക് ചിന്തിക്കാൻ അവസരമുണ്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.